ആള് നമ്മടെ മാണിക്കനാ. ഒടിയൻ മാണിക്കനോ? നമ്മുടെ ദേശത്തിന്റെ ഒടിയൻ കേടുപാട് കൂടാതെ തിരിച്ചെത്തിയില്ലോ. ജീവനോടെ ഒടിയനെ കാണാത്ത പിള്ളേര് ദാ അങ്ങോട്ട് നോക്കുക. ദാ ഇരിക്കണു മുഴുവനായിട്ട് ഒരു ഒടിയൻ. ഇതാണ് ഏറ്റവും വലിയ വഞ്ചന, ഏറ്റവും വലിയ ചതി. നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത്? കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിഗത സഭകൾക്ക് ഒരു തിരിച്ചടി കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പൂർവികതകളെ പുനരാർജിക്കണം. ഇപ്പൊ ഇതാണ് എന്തിനാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അങ്ങനെ പറഞ്ഞത്. കാരണം കത്തോലിക്ക സഭയുടെ തനതായ പാരമ്പര്യവും തനതായ ആരാധനാ രീതികളും മൗലികമായ ദൈവശാസ്ത്ര വീക്ഷണങ്ങളും പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പുറത്ത് മനുഷ്യന്റെ വെട്ടത്തിറക്കാൻ കൊള്ളത്തില്ല എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തി. ഇന്ന് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗ വീരന്മാരും ചതിയന്മാരും കൊലപാതകികളും കൂട്ടക്കൊലപാതകം ചെയ്തവരും സോതോമ്യ പാപം ചെയ്തവരും ഇൻസെസ്റ്റ് ചെയ്തവരും രക്തം കുടിച്ചവരും മുഴുവൻ കണക്കെടുത്താൽ 5,60,00,000 ആളുകളെ കൊന്നൊടുക്കിയ ചരിത്രം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സഭയുടെ പൂർവിക വിശ്വാസം പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. കത്തോലിക്ക ലിറ്റർജിയിൽ ഉൾപ്പെടുത്തണമെന്ന് ജർമ്മൻ രാജാവ് ആവശ്യപ്പെട്ടപ്പോ ഈ 11ാം നൂറ്റാണ്ടിലാണ് അവർ ഉൾപ്പെടുത്തുന്നത്. അപ്പോ പോപ്പ് പറഞ്ഞു ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ്, നമുക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയേക്കാം. അങ്ങനെയാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നാക്കിയത്. റോമൻ സഭയ്ക്ക് 1000 വർഷം ലിറ്റർജിയിൽ വിശ്വാസ പ്രമാണം ഇല്ലായിരുന്നു, ആ പാരമ്പര്യമില്ലായിരുന്നു. 11ാം നൂറ്റാണ്ടിൽ അവർ ലിറ്റർജിയിൽ വിശ്വാസ പ്രമാണം ഉൾപ്പെടുത്തിയപ്പോഴാകട്ടെ അത് തിരുത്തി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഫിലിയോക്കെ ക്ലോസ് എന്ന് പറയും. ഫിലിയോക്കെ ക്ലോസ് എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടും. 2000 വർഷത്തെ പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാര് കേരളത്തിൽ നിന്ന് കാണിക്കുന്ന ഈ കോക്കാം പീച്ച് നിങ്ങൾക്കാണ്. ഇവരുടെ വിശ്വാസ പ്രമാണത്തിൽ പോലും ഐക്യരൂപമില്ല, ഇവർക്കറിയില്ല. സീറോ മലബാർ എന്ന് പറയുന്ന ഈ സഭയിലെ തന്നെ 2 കൂട്ടം ബിഷപ്പുമാര് വിശ്വാസ പ്രമാണം 2 രീതിയിലാണ് ചൊല്ലുന്നത്. എന്തും ചെയ്യാം, എന്തും അനുസരിക്കാം, പക്ഷെ മറ്റുള്ളവർ മുമ്പിച്ചുള്ള അവഹേളനം ഉണ്ടല്ലോ, അതാ സഹിക്കാൻ വയ്യാത്ത. 2 സ്മോൾ അടിച്ച് ധൈര്യം വരുത്തിട്ട് വേണം ആ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ. അതിനെന്തിനാ 2 സ്മാൾ അടിക്കുന്നത്? ഒരു ലാർജ് അടിച്ചാ പോരെ? മിണ്ടാതെ കിടക്കാൻ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അങ്ങനത്തെ മദ്യമുണ്ടോ? അത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കല്ലേ സാരഥി. ഇത്രയും പറഞ്ഞ കാര്യങ്ങള് ഇവിടെ ഇരിക്കുന്ന ഈ കത്തോലിക്കരായിട്ടുള്ള ഇവർക്ക് പറയാൻ എന്തുകൊണ്ടാണ് നട്ടലില്ലാതെ പോയത്? ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ? ഞാൻ കേട്ടില്ല. സ്രാങ്ക് വരുന്നു. ആ ചേരങ്ങട്ടെടുത്തേ, ഒന്നങ്ങട് മാറി കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇവര് സംസാരിക്കട്ടെ, സംസാരിച്ചിട്ട് മറ്റുള്ളവർ സംസാരിക്കും. അനാമികയോടെ പറയാനുള്ളത്, ഇവിടെ നിന്ന് കത്തോലിക്കർക്ക് നട്ടലില്ലാന്നൊന്ന് മൊത്തം അടച്ചു പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. 66 പുസ്തകം വെച്ച് ജീജി പറയുന്നതിന്റെ ഉപദേശം കത്തോലിക്കർ ഉപദേശമല്ലെന്ന് ഞാൻ പറഞ്ഞു, ബിനോയ് ചേട്ടൻ പറഞ്ഞു. നിന്റെ കളിപ്പിച്ചോണ്ടിരിക്കാണ്ടി അവരാതി നീ നിന്റെ ആദ്യം തെറി പറഞ്ഞ അവരാതി മോളെ. നിനക്ക് അണ്ടിക്കുറപ്പില്ല നിനക്ക്. അനാമികളെ കെട്ടിയോ ഞാൻ തിരിച്ചു പറയും. നിന്റെ തന്തക്കേടാ നാറി നാട്ടിലില്ലാത്ത നിന്റെ നല്ലപോലെ കളിച്ചു തരും പൂരി. എന്റെ അപ്പൻ ഇപ്പോഴും നിനക്ക് നല്ലപോലെ കളിച്ചു തരും വേണോ?
ആ പരാതി എന്നെ വന്ന് വിളിക്കാറ് പൂറി മോളെ പൂറി എന്നിട്ട് ഉത്തരം പറയാൻ അതോടുകൂടി പൂറി നീ വരാതെ കാര്യം നിങ്ങൾ അന്ന് ഉടുക്കുന്ന സമയത്ത് ഇവിടെ കിടന്നുകൊണ്ട് മേനയുന്നോ? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ.